കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കണമെന്ന് അറിയില്ല. ഗുരുവായൂരപ്പൻ്റെ അമ്പാടിയിലെ രൂപമാണോ ഉണ്ണിക്കണ്ണൻ്റെ, അതോ മറ്റേതെങ്കിലും രൂപമാണോ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. നല്ല തിരക്കാണ്, ഞായറാഴ്ചയല്ലേ. നമുക്കെന്തായാലും കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതിയെ വന്ന് തൊഴാം. അതിന് ശേഷം നേരെ ആ വാതിൽപ്പടി ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം നമുക്കിങ്ങനെ കാണാം, കൊടിമരമൊക്കെ കാണാം. അതേപോലെ ആ വലിയ ബലിക്കല്ല് കാണാം. അതിന് മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിങ്ങനെ സ്വർണം കെട്ടിയത്. ഇനിയിപ്പോൾ ഏകാശി ആകുമ്പോഴേക്കൊക്കെ കേശവനെ വീണ്ടും നമ്മൾ ഓർമ്മിക്കും. കാരണം ഏകാശിരന്നാണല്ലോ ധന്യാത്മാവ് വിട കൊണ്ടത്. അപ്പോൾ നമുക്കങ്ങനെ ആ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് വാതിൽപ്പടി അങ്ങോട്ട് കയറാം. വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കണ്ടൊന്ന് വന്ദിക്കാം. അതേപോലെ വലിയ ആ വലത്തെ തൂണിലെ ആ ഒരു തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കാം. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ. എന്നാൽ കാഴ്ച ഇങ്ങനെ കാണുകയെന്ന് പറഞ്ഞാലേ അമ്പാടിയിലെ കാഴ്ച തന്നെയാണ് കേട്ടോ. യശോദാമ്മ ഉണ്ണീനെ ഒരുക്കിയെന്ന് തന്നെയാണ്. ആ തളകൾ കാണാണ്ട്, കാൽപാദം കാണാണ്ട്, ആ കാൽത്തളകൾ കണിഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ വെളുത്ത പട്ടിങ്ങനെ ആ പാവുകൊണ്ട് ഇങ്ങനെ പട്ട് ഞൊറിഞ്ഞിട്ടുണ്ട്, ഗോപന്മാരൊക്കെ എടുക്കണ മാതിരി. അതേപോലെ അതിൻ്റെ അരയിലൊരു മഞ്ഞ പട്ടും ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. പിന്നെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്. ചെറിയ കുട്ടിയാണ്, പക്ഷേ വലിയ ആളായി എന്നുള്ള ഭാവത്തിലാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് നോക്കിയ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ ഒരു മുല്ലമുട്ട് മാല. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നല്ല നിറഞ്ഞ പുഞ്ചിരി. പിന്നെ ആ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കൈവളകളിൽ അതായത് വലിയ എന്താ പറയുക, ഒരു കലപ്പ അങ്ങനെ ചൂടിയിട്ടുണ്ട്. നമ്മുടെ ചെറിയ കുഞ്ഞി കയ്യാണ്, പക്ഷെ കലപ്പ കണ്ടാലോ, കലപ്പയും നല്ല കലപ്പ. ആ വലത്തെ കൈ കൊണ്ട് കലപ്പ അങ്ങനെ പിടിച്ച് ചോളത്ത് വെച്ചിട്ടുണ്ട്. ഇടത്തെ കൈ അങ്ങനെ നോക്കുമ്പോഴോ അത് ചെറിയൊരു ഗതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബലരാമസ്വാമി ഏട്ടനെ പോലെയാണെന്ന്, ഏട്ടനാണെന്നാണ് അമ്മ പറഞ്ഞത്. യശോദാമ്മ പറയുകയാണ്, ഇന്നിപ്പോൾ ഞാൻ ഏട്ടനെ പോലെ ഒരുക്കി തരാം കേട്ടോ, ഉണ്ണി മിണ്ടാതെ ഇവിടെ ഒതുങ്ങിയിരിക്കണം കേട്ടോ, എവിടേക്കും പോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങേ വീടുകളിലൊന്നും പോയിട്ട് ആ ഗോപികമാരുടെ ആ പാലും നെയ്യൊന്നും എടുത്ത് കവർന്ന് കഴിക്കരുത്, ഇന്ന് ഇവിടുന്ന് എവിടേക്കും പോകരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അമ്മ നിർത്തിയെന്നാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്, ഞാൻ വലിയ ആളായി, ഞാൻ ഏട്ടനായി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ ആ തിരുമുടി മാലകൾ 3 ഉണ്ട്. വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതൊന്നും, അതേപോലെ തെച്ചിയും തുളസി ആയിട്ടുള്ളത്, വെളുത്ത പൂവും തുളസിയും തെച്ചിയും കൂടി ഉള്ളത്. അങ്ങനെ അതേമാതിരി ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലകൾ 2 അതും വെളുത്ത പൂവ് തുളസി തെച്ചിയായിട്ട് അതേപോലെ തന്നെയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എല്ലാവരുടെയും മനസ്സ് എൻ്റെ കൂടെ അങ്ങോട്ട് വരിക. അപ്പോൾ എന്നെ കേൾക്കുന്നത് ഏത് സമയത്താണെങ്കിലും ഭഗവാന്റെ തിരുനടയിലാണ്, ആ ശ്രീകോവിലേക്ക് നോക്കി തൊഴുകയാണെന്ന് ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ആ ഉണ്ണീനെ കാണാം, ബലരാമസ്വാമിയായിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ആലിലക്കണ്ണനെയും കണ്ട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ തിരക്ക് തന്നെയാണ് കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല വലിയ കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ കൊമ്പ് ഒക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, മുഖമൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അതേമാതിരി പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, വലിയ സ്വർണത്തിൻ്റെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ ആ പുതിയ ഫോട്ടോ ഉണ്ട്.
അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിരി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപത്തെയും ഗജേന്ദ്രമോക്ഷത്തെയും ഒക്കെ കണ്ട് മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് ഇങ്ങനെ വന്ന് ആനന്ദശായിയായ ആനന്ദപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം മാലകളുണ്ട്. തെച്ചിപ്പൂവും തുളസിപ്പൂവും താമരയും ചെണ്ടുമല്ലിയും ഒക്കെ മാലകളായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ വന്നിങ്ങനെ തൊഴുതാൽ അത് സമാധാനം ആയി കിട്ടും. അവിടുത്തെ അനുഗ്രഹവും നമുക്ക് കിട്ടും. അതിന് ശേഷം നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിന് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹാവതാരിയെ മൂർത്തിയെ കാണാം. അതും കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അത് കണ്ട് തൊഴുതതിന് ശേഷം നമ്മൾ നേരെ കൃഷ്ണനെയും കണ്ട് മുരുകനെയൊക്കെ കണ്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ കുങ്കുമം ഒരു ലേശമേ ഉള്ളൂ കേട്ടോ. മാലകളൊന്നും ഇല്ല, ഇനി കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും വെണ്ണക്കണ്ണനെയും അതേപോലെ കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കി ആ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നൃത്താറയും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമുക്ക് വടക്കേ നടയിൽ കൂടെ പുറത്ത് വരാം. എന്നിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നമുക്ക് എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെയും നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് അധികം അങ്ങനെ പോയിട്ട് നോക്കാം. അങ്ങനെ പോയി നോക്കുമ്പോൾ എന്താ വെച്ചാൽ മോൾ ഭാഗമൊക്കെ ഗോളകയാണ്. താഴത്തേക്ക് ഇങ്ങനെ ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പട്ടും കൂടി കാണാത്ത തരത്തിലാണ് ഇന്ന്. ധാരാളം പൂക്കളുണ്ട്, മാലകളുണ്ട് ധാരാളം. അതേപോലെ സ്വർണത്തിൻ്റെ നല്ല നെക്ലസ് മാല ഉണ്ട്. പച്ച കല്ല് വെച്ചതും ചുവന്ന കല്ല് വെച്ചതുമായ നെക്ലസ് മാലകളുണ്ട്. കാതിൽ കുണ്ടലങ്ങൾ ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു വട്ട പൊട്ട് തൊടിയിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ദേവീനെ കാണാനും. അപ്പോൾ നമുക്ക് അമ്മേനെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ വിചാരിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. പിന്നെ നമ്മളങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ ആ കിടാവിളക്ക് കാണാം, കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വന്ന് അയ്യപ്പസ്വാമീനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ആ കിരീടമൊക്കെ നല്ല കിരീടം വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ. അതേപോലെ സ്വർണത്തിൻ്റെ മാലകളുണ്ട്. മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട്. വേറെ എവിടെയും ചന്ദനം ചാർത്തിയിട്ടില്ല. പിന്നെ നല്ല പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്. അങ്ങനെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിലെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമുക്ക് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥത്തെ പ്രദർശനം ചെയ്യാനായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് അതൊന്ന് കണ്ട് തൊഴുത് ഭഗവതിയുടെ അവിടേക്ക് വരുന്ന ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി തൊഴാം. പിന്നെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ബലരാമമൂർത്തിയെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക.
അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പിന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് റീതു പൂരാടം കണ്ണിന് സർജറിയാണ്, മധുരയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് സർജറി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടത്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രോഹിണി ഭവ്യ വിവാഹമോചനത്തിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സിന്ധുവിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, പ്രഭിത്ത് രേവതി കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സുബ്രഹ്മണ്യൻ ആൾക്ക് അസുഖങ്ങളെല്ലാം ആയുരാരോഗ്യം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എല്ലാവരിലേക്കും എത്തട്ടെ. ഹരേ കൃഷ്ണ.